അങ്ങനെ പള്ളിക്കുന്ന് പെരുന്നാളിൻ്റെ ലൈറ്റ്സ് സെറ്റായിട്ടാ. എൻ്റെ പൊട്ട് ഞാൻ ഇപ്പൊ കുത്തുള്ളൂ. അത് ഞാനതിപ്പോ തൊട്ടുള്ള അവിടെ ഇരുന്നോട്ടത് പൊട്ടില്ലാന്നേ. പൊട്ടെടുക്കാൻ വേറൊന്നിനല്ലാട്ടാ. 5 മണി കഴിഞ്ഞിട്ടാ. ദേ ആമിക്കുട്ടി അമ്മുക്കുട്ടിയും കൂടി ഈവനിങ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ മുളക് പൊടി കറുപ്പപ്പൊടിയായി മാറും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ്സ് സംഭവം. ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞില്ലേ, പള്ളിക്കുന്ന് പെരുന്നാളും പുതുക്കാട് പെരുന്നാളും ഒരേ ദിവസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയതാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മാലബൾബൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ അടങ്ങിയതാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കറി വെച്ചത് കേരയില്ലേ, കേര മീൻ, ആ മീൻ കറിയാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻകറി. നമ്മൾ സാധാരണ തൃശ്ശൂർക്കാർ ഈ പെരുന്നാൾക്കും വിശേഷങ്ങൾക്കൊക്കെ വെക്കണ ഒരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയായിട്ട് നമുക്ക് തുടങ്ങാം വ്ളോഗ്. നമുക്കപ്പോഴേ നമ്മുടെ അമ്പ് പെരുന്നാൾ സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ തേങ്ങ പാല് പിഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വെക്കുന്ന, നാളികേരപ്പാലിൽ. അപ്പോൾ നാളികേരം ഒരു വലിയ മുറി തന്നെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പുളിയുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. കാരയാണ് കേട്ടോ ഈ മീൻ. അപ്പോൾ പകുതി ഞാൻ നല്ല എടുത്ത് വറുത്തു. കൊണ്ടുവന്നപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു പകുതി എടുത്ത് വറക്കാൻ. അപ്പം ജോയിച്ചേട്ടൻ പറഞ്ഞല്ലേന്ന് വെച്ചിട്ട് ഞാൻ പകുതി എടുത്ത് വറുത്തു കേട്ടോ ഇന്നലെ നൈറ്റിലേക്ക്. അപ്പോൾ മീൻ കറി മിക്സ് ചെയ്യാൻ പോവാം, മസാല മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ സവാള, ഇഞ്ചി, പിന്നെ നമ്മുടെ നാടൻ മുളക് 2 എടുത്താണ്. ഇത് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ സാമ്പാർ മുളകില്ലേ അതെടുത്താൽ മതി. ഇവിടെ പിന്നെ ഈ മുളകുള്ള കാരണം ഞാനിത് 2 എടുത്തു. പിന്നെ അപ്പം മുളക് പൊടിയുടെ അളവ് സ്വല്പം കുറച്ചു, അല്ലെങ്കിൽ ഭയങ്കര എരിവാവില്ലേ. അപ്പോൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾ പൊടി ഒരു 1/2 സ്പൂൺ തേച്ചില്ല കേട്ടോ. അത് പരന്ന് കിടക്കണ കാരണം കുറേ ഉള്ള പോലെ തോന്നണതാണ്. മുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളുള്ളൂ, ഒരു നുള്ളെന്ന് പറഞ്ഞാൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 1/4 സ്പൂൺ. അതിങ്ങനെ പരന്ന് കിടക്കണ തന്നെ കുറേ ആയിട്ട് തോന്നണതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ കറി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ ഫാദർ, എൻ്റെ അപ്പാപ്പൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. ആൾ അടിപൊളി ആയിട്ട് പാചകം ചെയ്യും. ആളാ കാര്യത്തിൽ ഉസ്താദാ. അപ്പം ഭയങ്കര ചെറുതിലേ തൊട്ട് നാവിൻ തുമ്പിലുള്ളൊരു ടേസ്റ്റ് എന്ന് പറയില്ലേ, അതാണ് ഇട്ടത് ആ ഒരു മീൻ കറി ഇത്. അപ്പോൾ ഇതൊന്ന് ഇനിയിപ്പോൾ ഈ നാടൻ മുളക് ഞാൻ ഇങ്ങോട്ട് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ അല്ലെങ്കിൽ പണിയാവും. നല്ല എരിവുണ്ട്, നീറ്റിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിങ്ങനെ വെട്ടിയിട്ട് കൊടുക്കുള്ളൂ വെറുതെ. ഇനി അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒരു ലെമൺ വരെ ചേർക്കാട്ടോ നമുക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് മീനുള്ള കാരണം ഹാഫ് ലെമണിൻ്റെ ജ്യൂസായാലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് ലെമൺ ഇല്ല, സ്റ്റോക്ക് ഇല്ല കേട്ടോ, ചെറുനാരങ്ങ. അത് കാരണം അത് ചേർക്കണില്ല. അതും കൂടി ചേർത്താലാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പം ഇല്ലാത്ത കാരണം ചേർക്കണില്ല. അപ്പം നമ്മളിത് 2-3 ദിവസം മുൻപ് ട്രയലിന് വെച്ച മീൻകറി കേട്ടോ, വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മീൻകറിയാണ് ഇത്. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ അമ്പ് പെരുന്നാൾക്ക് ശനിയാഴ്ച വെക്കാൻ പോണത് കേട്ടോ. അപ്പം ഇത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കൈ ഇപ്പോൾ ഒഴിവില്ലാത്ത തന്നെ വെള്ളം എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്യും. ഇത് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ സാറേ വരേണ്ട ഒരു സ്മെല്ലുണ്ട്, അടിപൊളി സ്മെല്ലാണ് കേട്ടോ അത് മിക്സ് ചെയ്യണ നേരത്ത്. കണ്ടാ നല്ല പോലെ ഇത് ഈ സവാളയും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ തളരണം. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് അതിങ്ങനെ വാടി പോലെ ആവണം കേട്ടോ. അതുവരെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടോ. ഇനി അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ ഇതുപോലെ മിക്സ് ചെയ്യണം. അവിടെ ആ സവാള ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ തളർന്നു പോകണം, അതുപോലെ മിക്സ് ചെയ്യണം.
കണ്ട. നമുക്ക് നമ്മുടെ മീനിടണം കേട്ടോ. മീനിട്ടു. നല്ല പോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് വെക്കാട്ടത് ഇങ്ങനെ. അപ്പം ഞാൻ ചെറുപ്പത്തിലേ അപ്പാപ്പൻ ഇതിങ്ങനെ പെരുന്നാൾക്ക് മീൻ വാങ്ങാന്ന് പറയുമ്പോൾ 2-3 കിലോ മീൻ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ചെറിയ പ്രായം തൊട്ട് തന്നെ ഞാനിങ്ങനെ അപ്പാപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ എനിക്കിപ്പോഴും വിഷ്വലായിട്ട് കിട്ടിയ കാരണം എനിക്കിപ്പോഴും അപ്പാപ്പ ചെയ്യണതൊക്കെ എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ പെരുന്നാളൊക്കെ ആകുമ്പോൾ അത് തന്നെ അങ്ങനെ അപ്പാപ്പനെ ഇങ്ങനെ ആലോചിക്കും, മിസ് ചെയ്യും അപ്പാപ്പനെ. അപ്പാപ്പൻ ചിക്കനൊക്കെ ഒരു വരഞ്ഞിട്ട് 8 വെട്ട് വെട്ടിക്കൊണ്ടൊരു വരഞ്ഞിട്ടൊരു വെപ്പൊക്കെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതേ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ മുളകൊന്ന് വെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പുതുക്കാടുകാരുടെ വീടുകളിലൊക്കെ ഭയങ്കര തിരക്കാ. പള്ളിക്കുന്നുകാരുടെയും പെരുന്നാളാ അങ്ങോട്ട് അടുത്തില്ലേ. നമ്മുടെ നാടൻ മുളക് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കാൻ. ഇനി തേങ്ങ അരയ്ക്കണം, പാല് പിഴിയണം, ഇതിൽ ചേർക്കണം. അത്ര ഉള്ളൂ കൂട്ടാൻ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറയാത്തതാണ് കേട്ടോ. അപ്പോൾ നാടൻ മുളക് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ ക്ലീൻ ചെയ്തിട്ട് അതുകൂടി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം. പച്ചമാങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. കണ്ടില്ലാന്നുണ്ടല്ലേ, നീളത്തിലാണ് കേട്ടോ നമ്മളിടുക. കണ്ട ഇങ്ങനെ കുറച്ച് മാങ്ങ വെച്ചത്. അതിൽ പച്ചമാങ്ങ ഒരെണ്ണം കിട്ടി, ബാക്കിയൊക്കെ അങ്ങനെ ഒരു കളർ മാറ്റം ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഉപ്പിലിടാന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചതാ. ആമിയേ പപ്പ ഫാൻ തുടക്കിണ്ടേ. ആമിക്കുട്ടി എൻ്റെ ഇടയ്ക്ക് പോണ്ട്. ആമിക്കുട്ടി കൊണ്ട് പോരെ. നല്ല പച്ചമാങ്ങ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നാളികേരം അരച്ചുട്ടാ. 1-ാം പാല് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി പിഴിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ. നമുക്ക് എത്രയ്ക്ക് ചാറ് വേണോ അത്രയ്ക്ക് പിഴിഞ്ഞെടുക്കുക. ഇതേ നമ്മുടെ മീൻകറി ഇതേ ഫ്ലെയിം കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് താളിക്കാനുള്ള ചെറിയുള്ളിയൊക്കെ റെഡി ആക്കിയിട്ട് വരാം. നമ്മുടെ മീൻകറി ഇതേ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പാപ്പനൊക്കെ ഈ 1-ാം പാൽ ഒഴിച്ചിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണതാണ് കേട്ടോ. ഞാൻ 1-ാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1-ാം പാൽ അറിയാലോ, നല്ല കട്ടപ്പാലില്ലേ ആദ്യത്തെ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പാപ്പനൊക്കെ പറഞ്ഞ പോലെ അത് അപ്പം തന്നെ ഓഫ് ചെയ്യും. പക്ഷേ പിറ്റേ ദിവസത്തേക്കൊക്കെ നമ്മൾ വെച്ച് വെക്കുമ്പോൾ പിന്നെ അനക്കാണ്ട് അതുപോലെ തന്നെ വെക്കും കേട്ടോ. ഇത് പിന്നെ യൂസ് ചെയ്യാനുള്ളതാണ്. തണുക്കുമ്പോഴാണ് ഈ കറിയുടെ, നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഈ കറിയുടെ ടേസ്റ്റ് ശരിക്കും ഔട്ടാവുകയാണ് കേട്ടോ പുറത്തേക്ക്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും തണുക്കുമ്പോഴേക്കും. അപ്പോൾ അതേ 1-ാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു തള അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പെരുന്നാൾക്കൊക്കെ വയ്ക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്കാണ് വെച്ച് വയ്ക്കുമ്പോഴേ നമ്മൾ പിന്നെ തൊട്ടില്ല, അത് താളിച്ച് അവിടെ അങ്ങനെ മാറ്റി വയ്ക്കും. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാനുള്ള കാരണം ഞാനിട്ട് ഇളക്കി മറക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് ഞാൻ. പിരിഞ്ഞു പോകുന്നൊക്കെയാണ് ആ പാപ്പൻ പറയണ കേൾക്കാറുള്ളത്. പക്ഷെ ഫോൺ കൊണ്ടുകൊടുക്കുമ്പോഴത്തേക്കും മീൻകറി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് പോയായിരുന്നു കേട്ടോ.
എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം തന്നെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിരിയാണ്ടൊക്കെ കിട്ടും. അപ്പോൾ താളിക്കാൻ ഉള്ളിയും കറിവേപ്പിലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയേ, നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ മീൻകറി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വയ്ക്കുക. അപ്പോൾ നമ്മുടെ മീൻകറി സെറ്റ്, നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം മഞ്ഞ മീൻകറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ കാരിയാണ് കേട്ടോ മീൻ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പാപ്പൻ അത് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കായിരുന്നു. നമ്മുടെ ഇല്ലാത്ത നമ്മളത് ചേർത്തിട്ടില്ല. ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് നമ്മുടെ മീൻ ഉടയാൻ ടെൻഡൻസി ഉള്ള മീനുകളാണെങ്കിൽ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് ചേർക്കണതാണ് കേട്ടോ. പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറും കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം മീൻകറി സെറ്റ് കടികളെ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യൽ മീൻകറി. ഇങ്ങനെയായിരിക്കും ഞാൻ ശനിയാഴ്ച ഉണ്ടാക്കാൻ പോണത്, അമ്പിൻ്റെ അന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാനുള്ള കാരണം ഞാൻ ഇളക്കി മറിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻകറീനെ. ദേ കണ്ട, ഇതാണ് കാരമീമി. കാരമീമി റെഡിയായി വെന്ത് നല്ല അടിപൊളി ഫിഷ് കറി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇനി മാങ്ങയിൽ നിന്ന് പുളി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം മീൻകറി സെറ്റ്. 5 മണിയായിട്ട് കേട്ടോ. ദേ ആമിക്കുട്ടിയും അമ്മുക്കുട്ടിയും കൂടി ഈവനിങ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ടാറ്റാ. കിളി ഉണ്ടായിരുന്നില്ലേ, ഞാനിങ്ങോട്ട് വന്നപ്പോൾ കിളി പറന്നുപോയി. ആമിക്കുട്ടിക്ക് ഉറക്കം വേണ്ടിട്ട് അമ്മ. ആമീശേ ഉറക്ക വരുന്നുണ്ടടാ, ഉറക്ക വരുന്നുണ്ടടാ, ആമിക്കുട്ടിക്ക് ഒക്കെ വരുന്നുണ്ടടാ. ഞാനിവിടെ അടിച്ചു വാരലൊക്കെ ആയിരുന്നു കേട്ടാ. ഇനിയിപ്പോൾ ഞാൻ തുടയ്ക്കാൻ പോവാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്കൊരു സ്ഥലം വരെ പോകണം. എല്ലാവടെയും അടിച്ചു വാരിയുണ്ട്, എല്ലാവടെയും ഒതുക്കലൊക്കെ പെരുന്നാളിൻ്റെ ഒതുക്കൽ. ഇനിയിപ്പോൾ നമുക്ക് തുടയ്ക്കണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നല്ല തുണികളൊക്കെ കഴുകാനുണ്ട്. അങ്ങനെ ഹലോ, നല്ല കൂതറലുക്കാതെ ഞാൻ നിങ്ങളുടെ മുന്നിക്ക് വരാത്തേട്ടാ. ഇന്ന് രാവിലെ ഒന്നും ഫ്രഷായിട്ടില്ല. നമ്മൾ പണിത്തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ല ചുമയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെന്താ, പിന്നെ അടിച്ചു വാരൽ ഇനി കുറച്ച് തുണികളും കൂടി കഴുകാനുണ്ട്. അടിച്ചു വാരൽ കഴിഞ്ഞു, തുടയ്ക്കാൻ പോവുക. കുറച്ച് തുണികളും കൂടി കഴുകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിക്കുട്ടിക്ക് പോകണം കേട്ടോ. അവിടെയും പെരുന്നാളാന്ന് പറഞ്ഞില്ലേ, അവിടെ മാല ബൾബൊക്കെ ഇടാൻ പോകണം. അപ്പോൾ ഞാൻ പണികൾ വയ്ക്കട്ടെ കേട്ടോ, തുടയ്ക്കാൻ പോവാ. എൻ്റെ പൊട്ട് ഞാൻ ഇപ്പം കുത്തിയുള്ളൂ. അത് ഞാനതിപ്പോൾ തൊട്ടുള്ള അവിടെ ഇരുന്നോട്ടത് പൊട്ടില്ലാന്നേ. പൊട്ടെടുക്കാൻ വേറൊന്നിനല്ല കേട്ടാ. കണ്ട ഞാൻ സുന്ദരിയായതല്ലേ. കഷ്ടം കേട്ടോ ആമിക്കുട്ടിയെ, എൻ്റെ പൊട്ടൊക്കെ എടുത്തുണ്ടോ. ഞാൻ സുന്ദരിയായതല്ല. ഒന്ന് ഒരു പൊട്ട് കുട്ടിയെന്ന് പൊട്ട് വെക്കേ. 8:45 ഇപ്പോഴൊന്ന് ഫ്രഷ് ആവാൻ നേരം കിട്ടിയത്. ഇനി പോവാ, പള്ളിമുത്തേക്ക് പോവാ മാല ബൾബ് ഇടാൻ. അല്ല ആമിക്കുട്ടിയെ, ഞങ്ങൾ പോവാ. ടാറ്റ കൊടുത്തേ. പറ്റാണെങ്കിൽ പള്ളിയിൽ അലങ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാല ബൾബിൻ്റെ അവിടെ ലൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. വെള്ളിയാഴ്ചയൊക്കെ അല്ലേ സ്വിച്ച് ഓൺ കർമ്മം ഉണ്ടാവുക തോന്നുന്നു. ജസ്റ്റ് പറ്റാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പള്ളി. അപ്പം അത് ഞാൻ യാത്രയായി മീൻസ് വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. തൊട്ടടുത്തേക്കല്ലേ, പിന്നെ വൈകുന്നേരമല്ലേ, കാറിലല്ലേ. അപ്പം പിന്നെ കുഴപ്പമില്ല. പിന്നെന്താ, ഇനിയൊരു പൊട്ടും കൂടി തുടങ്ങല്ലേ. എൻ്റെ പൊട്ട് എടുത്തുകൊണ്ട് പോയി. പൊട്ട് കണ്ടപ്പോൾ ആന്താമി കുട്ടി അപ്പം എടുത്തുകൊണ്ട് പോവും. അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടാ. അപ്പം ശരി, മുടിയൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കട്ടെ.
ചുമ നല്ല രീതിക്ക് പിടിപെട്ടു. നമ്മുടെ ഇവിടെ നല്ല പൊടിശല്യം ഉണ്ടേ. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം പൊടിശല്യം ഏത് വഴിക്ക് വരണേന്ന്. പൊടി തിന്ന് ചാവുള്ള അവിടെയുള്ളവരൊക്കെ അത്രയ്ക്ക് പൊടിശല്യമാണ്. അങ്ങനെ നമ്മളത് പള്ളിക്കുന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളിക്കുന്ന് എത്തിയപ്പോൾ നമ്മുടെ പള്ളിയിൽ ലൈറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നടക്കണുള്ളൂ, ഫിനിഷിങ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളിയാഴ്ചയൊക്കെ ആവുള്ളൂ. അപ്പോൾ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവാം കേട്ടോ. അപ്പോൾ അമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ പോവാം. ആമി കുട്ടിയെ അമ്മാവന് മാത്രം പരിചയമുണ്ട്, അമ്മയ്ക്ക് വേറെ ആരും കൂടി പോവില്ല കേട്ടാ. ഭയങ്കര വർത്താനായിരുന്നു വണ്ടിയിലിരുന്ന്. പപ്പയ്ക്ക് മാല ബൾബ് ഇട്ടുണ്ട് വരണ വഴിക്കൊക്കെ. പപ്പ പറഞ്ഞിട്ട് എവിടെ മാല ബൾബ് ഇതാ മാല ബൾബ്. ഇവിടെ ലൈറ്റ് ആണ് ഇപ്പൊ. ഇതാ മാല ബൾബ്. പെരുന്നാള് ആമിയെ പെരുന്നാളുണ്ട്. ചെടിയുമ്പ കൊളത്തി. അയ്യോ പാഷൻ ഫ്രൂട്ടിന്റെ അതവിടെ കിടക്കട്ടെ ചേട്ടാ. മലയമ്മ കൊളത്തിക്ക അത് പിന്നെ ശരിയാക്കുന്ന. അല്ലെ അച്ഛനോട് പറയാം ഒന്ന് വീടിക്കാൻ. ഞാൻ പോയി വീടിക്കാൻ. മാല ബൾബ് ഇടാ നമ്മള്. ഇവിടെ ഇരുട്ടാട്ടാ, ആയിട്ടാ ഇട്ട് കഴിഞ്ഞിട്ടുള്ളോ. ആ ലൈറ്റ് വന്നേ. ശരിയായിട്ടില്ലേ? സമയം 11:30. പാഷൻ ഫ്രൂട്ട് അല്ലേ? പാമ്പ് കയറുവോ? ഇതുമ്മ കയറിയാലും ഉള്ളി കയറില്ലേ? വെട്ടണ്ടമ്മ, ജ്യൂസ് കുടിക്കാലോ. ഇപ്പൊ ഒരു ഓൺ ചെയ്യട്ടാ. ജോയിച്ചേട്ടൻ അമ്മ മുകളിലുണ്ട്. ആ ലൈറ്റ് വന്നേ. അതെ, സിറ്റ് ഔട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്യണം, ബാൽക്കണിയിലത്തെ. അപ്പോഴേ കറക്റ്റ് കിട്ടുള്ളൂ എനിക്ക് ക്യാമറയില്. സിറ്റ് ഔട്ടിലത്തെയും കൂടി പോണം. സിറ്റ് ഔട്ടിലത്തെയും കൂടി ലൈറ്റ് പോണം. അടിപൊളിയുണ്ട്. നോക്കിയാൻ ഈ കളറ് നല്ല രസമുണ്ട് കേട്ടോ ക്യാമറയില്, പക്ഷെ വേറെ കളറാ. ഇതാണ് ഏറ്റവും ഭംഗിയുള്ള കളറ് തോന്നി. ഇപ്പുറത്തെ സൈഡിലും കൂടി ഉണ്ട് കേട്ടാ. ഈ അറ്റത്ത് തൊട്ട് നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞുട്ടാ, ഫിനിഷിങ് കഴിഞ്ഞ് നമ്മൾ പോവാണ്. അങ്ങനെ പള്ളിക്കുന്ന് പെരുന്നാളിന്റെ ലൈറ്റ്സ് സെറ്റ് ആയിട്ടാ. ഇവിടെ ഒരു ഡെക്കോമ മരം, അല്ല മുസാണ്ടി ഉണ്ട്, വെള്ളം മുസാണ്ട കണ്ട നിറച്ച് പൂത്തിക്കണേ.
ഇതിലും കൂടി ലൈറ്റ് ഇടാറുണ്ട് കേട്ടാ. ഇപ്പം ഇടാൻ നേരല്ലേ ഇതുമ്മ. അച്ഛസേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റാ പറയാ. അച്ചുകൂട്ടന് ഉറക്കം വന്നിട്ട് നോക്കട്ടെ. അയ്യോ, അങ്ങനെ പറഞ്ഞതേ നമ്മൾ പള്ളികുന്ന് മാല ബൾബ് ഇട്ടുണ്ട് കേട്ടാ. പറഞ്ഞില്ലേ ഈ അറ്റം വരെ ഉണ്ട്. അപ്പം ഇവിടുത്തെ മാല ബൾബ് ഇടുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പുതുക്കാട് പൊരിക്കണം മാല ബൾബിട്ട്. അല്ല ചൂട്ടാ? പോവാ അതാ തൊപ്പി ഇടാറില്ല. അവനങ്ങോട്ട് കളിക്കില്ല. ആ മാറി തിരുമണി വേണമെങ്കിൽ നീക്കിട്ട് നടന്നില്ല. അത് തിരിച്ചിടാം. അത് കെട്ട് ഏത് മാല? അല്ല എങ്ങോട്ട് അത് തിരിച്ചിട്ട് നീക്കിടാം. ഞാൻ ആദ്യം കയറാന് അല്ല കെട്ടേ. എന്തെങ്കിലും എടുക്കാൻ മറന്നുണ്ടോ ഞാൻ? ഉണ്ണിയുടെ കുപ്പിയുടെ പാല് കുപ്പി എടുത്താ? വേറെ ഒന്നും വന്നിട്ടില്ലല്ലോ. കാറ് അവിടെ രാജേച്ചിരോട് ഇട്ടുണ്ട്. ആമി ഞങ്ങള് പോവാട്ടാ. ആ വരാം വരാം. ഭംഗിയുണ്ട്. ഇപ്പൊ ശരിയായില്ലോ. ടോണിയൊക്കെ ഉണ്ടാവില്ലേ, അവര് കത്തിച്ചോളും എന്തെങ്കിലും കുഴപ്പം വന്ന. പറഞ്ഞ് മാല ബൾബ് ഇടല് കഴിഞ്ഞു കേട്ടാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.